നാം എത്ര നല്ലവരാണെങ്കിലും നാം ഒരു തെറ്റായ കൂട്ടുകെട്ടിലെ അംഗമാണെങ്കിൽ ആ കൂട്ടുകെട്ടിൻ്റെ പേരിൽ നാം ദ്വേഷിക്കപ്പെടാം. നാം എത്ര നല്ലവരാണെങ്കിലും സമൂഹം അംഗീകരിക്കാത്തൊരു വ്യക്തിയെ പിന്തുടരുന്നവരാണെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ നാം ദ്വേഷിക്കപ്പെടാം. കാരണം തിന്മയുടെ സ്വാധീനം നമ്മളുണ്ടെങ്കിൽ നാം ദ്വേഷിക്കപ്പെടും എന്നത് വാസ്തവമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നത്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ ദ്വേഷിക്കപ്പെടും. നന്മയുടെ നിറകുടമായ സ്നേഹവും കരുണയും നീതിയും മാത്രം പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സകല വൻകരകളിലും പ്രഘോഷിക്കപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ നാം എപ്രകാരമാണ് ദ്വേഷിക്കപ്പെടുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ യേശുനാഥൻ പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. എന്നാൽ 1 യോഹന്നാൻ 2:16 നാം വായിക്കുന്നത്, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്നിവയെല്ലാം ദൈവത്തിൻ്റെതല്ല, മറിച്ച് ലോകത്തിൻ്റെതാണ്. ഈ 2 വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവിക മൂല്യങ്ങൾക്കും ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന സത്യമാണ്. തിന്മയെ സ്വീകരിക്കുവാൻ നന്മയ്ക്ക് സാധിക്കാത്തതുപോലെ, അനീതിയെ സ്വീകരിക്കുവാൻ നീതിക്ക് സാധിക്കാത്തതുപോലെ, ദൈവത്തിൻ്റെ മൂല്യങ്ങളെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നാം എല്ലാവരും ദൂഷിക്കപ്പെടുമെന്ന് യേശുനാഥൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. കാരണം 1 യോഹന്നാൻ 5:19 നാം വായിക്കുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം ദുഷ്ടൻ്റെ കരവലയത്തിലുമാണെന്നും നാം അറിയുന്നുവല്ലോ. ഈ ലോകത്തിലെ 32 രാജ്യങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം കൈവശം വെക്കുന്നതോ പ്രഘോഷിക്കപ്പെടുന്നതോ കുറ്റകരമായി തീരുന്നതും, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ക്രൈസ്തവരായതിൻ്റെ പേരിൽ മാത്രം ക്രിസ്ത്യാനികൾ ഇസ്ലാമിക തീവ്രവാദികളാൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതും, ലോകത്തിലെ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്ന മതം ക്രിസ്തവ മതമായി തീരുന്നതുമെല്ലാം ദൈവത്തിൻ്റെ മൂല്യങ്ങൾ നമ്മെ തിന്മയായി സ്വാധീനിക്കുന്നത് കൊണ്ടോ ദൈവത്തിൻ്റെ നാമം മോശമായതുകൊണ്ടോ അല്ല, മറിച്ച് പ്രകാശത്തെ സ്വീകരിക്കുവാൻ അന്ധകാരത്തിന് സാധിക്കാത്തതുപോലെ ദൈവത്തെ സ്വീകരിക്കുവാൻ, ദൈവിക നാമത്തെ സ്വീകരിക്കുവാൻ ഈ ലോകത്തിന് സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:19 നാം വായിക്കുന്നത്, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ കൂടുതൽ അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രകാശത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12 നാം വായിക്കുന്നു, ആകാശത്തിൻ്റെ കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുവാൻ തിന്മയുടെ സ്വാധീനം നമുക്ക് തടസ്സം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം എല്ലാവരും ദ്വേഷിക്കപ്പെടുന്നവരായി മാറുന്നത്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ ദ്വേഷിക്കപ്പെടുമെന്ന് യേശുനാഥൻ പറയുമ്പോൾ, യേശുനാമത്തെ അറിഞ്ഞതുകൊണ്ട് മാത്രം നാം ദ്വേഷിക്കപ്പെടുമെന്നല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോഴാണ് നാം എല്ലാവരും ദ്വേഷിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകാത്തവർ തീർച്ചയായും ഈ ലോകത്തിന് സ്വീകാര്യരാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ അത് പ്രദർശിപ്പിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 5:16 നാം വായിക്കുന്നത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ്. ലോകത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ലോകത്തിൻ്റെ മൂല്യങ്ങൾ തടസ്സം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പ്രദർശിപ്പിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് നാം എല്ലാവരും ക്രിസ്തുവിനെ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അടിപ്പെടാതെ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. 1 യോഹന്നാൻ 3:19 നാം വായിക്കുന്നത്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർ എന്നേക്കും ജീവിക്കുമെന്നാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായവചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ കോംപ്രമൈസ് ഇല്ലാതെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷ ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ പരിശ്രമിക്കുക. അങ്ങനെ വചന ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് ഞങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.